നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തപ്പോൾ സംഭവിച്ചത്? സാധാരണ ഏഷ്യൻ ഗെയിംസിന് ഒരു സെക്കൻഡ് സ്ട്രിങ് സ്ക്വാഡാണ് നമ്മൾ അയക്കാറുള്ളത്. ഇത്തവണ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ്, അതും ഇംഗ്ലണ്ടിനെതിരെയും അയർലൻഡിനെതിരെയുമുള്ള പരമ്പരയിൽ വിശ്രമം അനുവദിച്ച ബൂംറയൊക്കെ ഈ ഏഷ്യൻ ഗെയിംസിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പുറകിലെ കാര്യം? സ്വാഭാവികമായിട്ടും ആരാധകർക്ക് സംശയങ്ങളുണ്ടാവും. എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാകിസ്ഥാനോട് തോൽക്കാൻ പറ്റില്ല, അവരെ തീർക്കണം. ഇന്ത്യ സെക്കൻഡ് സ്ട്രിങ് ടീമിനെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ പാകിസ്ഥാൻ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ടുവന്ന് അവിടെ ഒരു മെഡലൊക്കെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തും. കാരണം ഏഷ്യൻ ഗെയിംസാണ്, നമ്മുടെ ഏഷ്യയിലെ ടീമുകൾ മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ അങ്ങനെ അങ്ങ് ജയിപ്പിക്കാൻ എന്തായാലും തയ്യാറല്ല. മാത്രമല്ല, നമുക്കറിയാലോ, ഒളിമ്പിക്സ് വരാനിരിക്കുന്നുണ്ട്. ഒളിമ്പിക്സിലും സ്ട്രോങ് ടീമിനെ തന്നെ അയക്കണം. ആദ്യത്തെ ഗോൾഡ് മെഡൽ അവിടെ സ്വന്തമാക്കണം ഒളിമ്പിക്സിൽ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഏഷ്യൻ ഗെയിംസും ആ രൂപത്തിൽ തന്നെ എടുക്കാനാണ് BCCI തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇനിയിപ്പോൾ ഏഷ്യ കപ്പ് നടക്കുമോ, നടന്നാൽ തന്നെ അതെങ്ങനെയൊക്കെയാവുന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞ ഏഷ്യ കപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഏഷ്യൻ ഗെയിംസിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. ക്രിക്കറ്റിൽ ഏഷ്യൻ ഗെയിംസിന് പ്രാധാന്യമില്ല എന്നല്ല, ക്രിക്കറ്റിലും ഏഷ്യൻ ഗെയിംസിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ അതാണ്. ദി ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCI, ഒരിക്കലും പാകിസ്ഥാനെതിരെ ഏഷ്യൻ ഗെയിംസിൽ തോൽക്കുക എന്നുള്ള റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ലോങ് ലിസ്റ്റൊക്കെ അങ്ങ് മാറ്റിവെച്ച് സ്ട്രോങ് ടീമിനെ തന്നെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. പാകിസ്ഥാൻ ഇന്ത്യയെ ഏഷ്യൻ ഗെയിംസിൽ ബീറ്റ് ചെയ്യാനുള്ളൊരു അവസരമായിട്ടാണ് കണ്ടിരുന്നത്. യൂഷ്വലി നമ്മൾ സെക്കൻഡ് ടയർ ടീമിനെയാണ് അയക്കാറുള്ളത്. പക്ഷേ ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയതും പാകിസ്ഥാനെ ഒരിക്കൽ കൂടി തകർക്കാനുള്ള അവസരവും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സെലക്ടേഴ്സ് ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡിനെ തന്നെ അയക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നിപ്പോൾ 3 സ്ക്വാഡ് പ്രഖ്യാപിച്ചു. അത് അയർലൻഡ്, ഇംഗ്ലണ്ട് സ്ക്വാഡ് സെയിം. ദെൻ ഏഷ്യൻ ഗെയിംസിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ എന്ത് മാറ്റമാണുള്ളത്? ബൂംറ മറ്റ് 2 പരമ്പരകൾക്കില്ല. ബൂംറ ഇവിടെ ഉൾപ്പെടുത്തുന്നു, മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കുന്നു. പിന്നെ ആ സ്ക്വാഡുകളിൽ ഉണ്ടായിരുന്ന പ്രിൻസ് യാദവ് 16th മെമ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 15 അംഗ സ്ക്വാഡാണ്, അത് 16 അംഗ സ്ക്വാഡാണ്. അപ്പോൾ പ്രിൻസ് യാദവിനെ ഒഴിവാക്കുന്നു. പ്രിൻസ് യാദവിനെയും ഏഷ്യൻ ഗെയിംസിലുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് മാറ്റം. പുതുതായിട്ട് അപ്പോയിൻ്റ് ചെയ്ത T20 ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ടീമിനെ ജപ്പാനിലുള്ള ഈ ഏഷ്യൻ ഗെയിംസിലും നയിക്കും. തിലക് വർമ്മ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ആയിട്ടുണ്ടാകും. വൈഭവ് സൂര്യവംശി, 15കാരനായിട്ടുള്ള വൈഭവ് സൂര്യവംശി സ്ക്വാഡിലുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. സ്വാഭാവികമായിട്ടും ടോപ്പ് 3യിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഇതാണല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ ടോപ്പ് 3. അതിലെവിടെ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അപ്പോൾ 2026 ഏഷ്യൻ ഗെയിംസ് ഐച്ചി പെർഫെക്ചറിൽ ഇൻ ജപ്പാൻ അവിടെയാണ് നടക്കുന്നത്. സോ അവിടെ സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് മത്സരങ്ങൾ. അത് ഇന്ത്യയുടെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള 3 ഏകദിന മത്സരങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. അതിനോട് ക്ലാഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 3 വരെയാണ്. അതിനുശേഷം ഇന്ത്യക്ക് 5 T20 മത്സരങ്ങൾ ഒക്ടോബർ 6 മുതൽ കളിക്കാനുമുണ്ട്. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടും നമ്മൾ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡിനെ ഈ ഏഷ്യൻ ഗെയിംസിന് പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പാകിസ്ഥാനെ തീർക്കുക. പാകിസ്ഥാൻ അങ്ങനെ അങ്ങ് ഇന്ത്യ സെക്കൻഡ് സ്ട്രിങ് ടീമിനെ അയച്ചതുകൊണ്ട് ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡലുമായിട്ട് പോകണ്ട. മറ്റൊന്ന്, ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ശക്തമായ മത്സരങ്ങളൊക്കെ കളിക്കുക. അപ്പോൾ ഏഷ്യൻ ഗെയിംസിലുള്ള ഇന്ത്യൻ ടീം T20 ഫോർമാറ്റിൽ കളിക്കുന്ന സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 3 വരെയാണല്ലോ. അതിൽ ഉള്ള ടീമുകൾ 10 ടീമുകൾ കളിക്കുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ജപ്പാൻ, നേപ്പാൾ, മലേഷ്യ, ഹോങ്കോങ് ആൻഡ് ഒമാൻ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഈ ടീമുകളാണ് പ്രധാന ടീമുകൾ. ബാക്കിയുള്ള ടീമുകൾക്കൊന്നും വലിയ ഒരു റോള് വഹിക്കാനുണ്ടാവില്ല. പിന്നെ T20 ക്രിക്കറ്റാണ്, എന്തോ സംഭവിക്കാട്ടെ. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കണ്ടതാണ്. വമ്പന്മാരെ മിന്നോസ് എന്ന് വിളിക്കുന്നവർ വിറപ്പിച്ചേക്കാം. എന്നാൽ പോലും
ഇവിടെ ഗോൾഡ് മെഡൽ കണ്ടൻറ്റേഴ്സായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡും കൊണ്ട് പോവുക, ആ ഒരു ഗോൾഡ് മെഡൽ സ്വന്തമാക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടല്ലോ ഏഷ്യൻ ഗെയിംസിൽ, ആങ്ഷോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ നമ്മുടെ ടീമാണ് അന്ന് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നേടിയത്, അന്ന് ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നേടിയത്. അതുപോലെ തന്നെ ഇത്തവണയും ഗോൾഡ് മെഡൽ സ്വന്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയുടെ സ്ക്വാഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ, സഞ്ജു സാംസൺ വൈസ് ക്യാപ്റ്റൻ അല്ല, വിക്കറ്റ് കീപ്പർ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ, ശിവൻ ദ്യൂബെ, തിലക് വർമ്മ വൈസ് ക്യാപ്റ്റൻ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയി, ഹർഷിത് റാണ, ഹർഷ്ദീപ് സിംഗ്, വൈഭവ് സൂര്യവംശി, ജസ്പ്രീത് ബുംറ. ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ്. അതോടൊപ്പം ഇന്ത്യ വിമൻ ടീം കൂടി കളിക്കുന്നുണ്ട് 2026 ഏഷ്യൻ ഗെയിംസിൽ. സോ അത് സെപ്റ്റംബർ 17 മുതൽ 22 വരെയാണ് ആ മത്സരങ്ങൾ നടക്കുക. ഗോൾഡ് മെഡലിന് വേണ്ടി കണ്ടസ്റ്റ് ചെയ്യുന്നത് ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ജപ്പാൻ, തായ്ലൻഡ്, മലേഷ്യ, ചൈന ടീമുകളാണ്. ഇപ്പം 2023 ഏഷ്യൻ ഗെയിംസിൽ വിമൻസ് ക്രിക്കറ്റിൽ ഇന്ത്യ തന്നെയാണ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇത്തവണയും നമ്മുടെ വനിതാ ടീമും ഗോൾഡ് മെഡലിനായിട്ട് പോരടിക്കാൻ ഇറങ്ങുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.